സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനുള്ളത് മലരിക്കൽ ആമ്പൽ വസന്തം കാണാൻ വന്നിരിക്കുകയാണ്. മലരിക്കൽ എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ നിന്ന് കോട്ടയം ജംഗ്ഷനിൽ നിന്നും 6 കിലോമീറ്റർ കുമരകം റൂട്ടിലോട്ട് വരുമ്പോൾ മലരിക്കൽ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 6 കിലോമീറ്ററേ ഉള്ളൂ മലരിക്കൽ ആമ്പൽ വസന്തം. അവിടെയാണ് തുടങ്ങുന്നത്. പക്ഷേ അവിടെ കാര്യമായിട്ട് അധികം ആമ്പലില്ല. ആമ്പൽ അവിടുന്ന് നമ്മൾ സ്പീഡ് ബോട്ട് അല്ലെങ്കിൽ നോർമൽ ബോട്ടിൽ കയറി കുറേ ദൂരം ഒരു 4-5 കിലോമീറ്റർ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് ആമ്പൽ കാണാൻ പറ്റുന്നത്. ഇത് കണ്ടോ, ഈ ആമ്പലിൻ്റെ പ്രത്യേകത വാട്ടർ ലില്ലി ബ്ലോസം എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. വാട്ടർ ലില്ലി ബ്ലോസം, മലരിക്കൽ ആമ്പൽ വസന്തം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് ഒരു ഫിക്സഡ് ടൈമല്ല. കഴിഞ്ഞ വർഷം ഇത് സെപ്റ്റംബറിലായിരുന്നു ഇത് ഈ വസന്തം ഉണ്ടായത്. ഈ വർഷം ഇത് ഇപ്പോൾ ജൂൺ മാസത്തിലാണ്. ഇന്ന് ജൂൺ 20-ാം തീയതി 2025. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കളായ നിങ്ങളെല്ലാവരും വരുമ്പോൾ ഈ കോട്ടയം ജില്ലയിൽ വരണം. ഈ ആമ്പൽ വസന്തം ഇത് 1800 ഏക്കറിൽ 1800 ഏക്കറിൽ ഇങ്ങനെ വിശാലമായ ആമ്പൽ വസന്തമാണ്. അതേണ്ട ഞാൻ നിങ്ങളിലേക്ക് അത് നല്ല രീതിയിൽ എത്തിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ നിന്ന് 1-2 പൂ ഞാൻ പറിച്ചതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ 1800 ഏക്കറിൽ ഇങ്ങനെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രസമാണ്. ഇത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല പിങ്ക് കളറിൽ നല്ല രസമാണ്. കണ്ടോ, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനിയും വരും. അപ്പോൾ നിങ്ങളെല്ലാവരും വരണം. കോട്ടയം ജില്ലയിലെ ഈ അവധിക്കാലത്ത് നിങ്ങളെ കുട്ടികളുമായിട്ട് ശനിയാഴ്ച, വെള്ളിയാഴ്ച എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ഇത് ബോട്ട്, അദ്ദേഹത്തിൻ്റെ പേര് ദിബിൻ എന്നാണ്. വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ചെയ്ത് നേരത്തെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ വന്ന് കാണാൻ പറ്റും. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വരുന്നത് ഒരു 7 മണിയെങ്കിലും ആകുമ്പോൾ വരികയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം ഈ വെയിൽ തെളിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു 9-10 മണിയൊക്കെ ആയാൽ ചിലപ്പോൾ ഈ ആമ്പൽ കുറച്ച് വാടി നിൽക്കും. അന്നേരം നമുക്കൊരു അതിൻ്റെ ഒരു വൈബ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരു 7 മണിക്ക് വരികയാണെങ്കിൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എല്ലാം കവർ ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ അതിരാവിലെ വരിക, എൻജോയ് ചെയ്യുക, ഇതെല്ലാം കാണുക. നിങ്ങൾക്ക് റീൽസ് എടുക്കണമെങ്കിൽ അതിനുള്ള സന്നാഹങ്ങളൊക്കെ ആയിട്ട് വേണം വരാനായിട്ട്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് റീൽസ് ഇടേണ്ടവരാണല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ സന്നാഹങ്ങളൊക്കെ ആയിട്ട് വരിക. മഴ ഇല്ലെങ്കിൽ നല്ല